മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള മോദി സർക്കാർ നീക്കത്തിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പേരുമാറ്റുന്നത്. ഇത് തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടാണെന്ന്, ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഗ്രാമീണ മേഖലയിൽ സൃഷ്ടിക്കുമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരുപാട് ബില്ലുകളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാത്രമല്ല, അതിൻ്റെ ഘടനയും ഉള്ളടക്കവും സാരമായി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ബില്ല് അറിയപ്പെടുന്നത് ജി റാംജി എന്നുള്ള പേരിലായിരിക്കും. അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബി ജി റാംജി അതാണ് ചുരുക്കപ്പേര്. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയെ ആ സുപ്രധാന ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് 100% കേന്ദ്ര പദ്ധതിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ 100% വേതനം കൂലി നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. ഇപ്പോൾ 40% ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ കെട്ടുവച്ചിരിക്കുകയാണ്. അപൂർവം ചില സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ മേഖല, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും 40% ഇതിൻ്റെ ഭാരം ചുമത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് നടത്താൻ പോകുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം 2000 കോടി രൂപയുടെ അധിക ഭാരം ഉണ്ടാകും. മൊത്തം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഒരു 50,000 കോടി രൂപയുടെ ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഡോക്ടർ വി ശിവദാസൻ എം പി. പേരുമാറ്റി പദ്ധതിയെ ഇല്ലാതാക്കാനാണ് നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന നിലയിലാണ് MGNREG പ്രൊജക്റ്റിനെ അവരിപ്പോൾ കൊണ്ടു നടക്കുന്നത്. കോടിക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ആകെ ബുദ്ധിമുട്ടിലേക്ക്, പ്രയാസത്തിലേക്ക് എടുത്തെറിയുന്ന നിലയിലുള്ള നയസമീപനമാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MGNREGക്ക് ഓരോ വർഷവും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന തുക വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. 90,000 നിന്ന് അത് 80,000 കോടിയിലേക്ക് മാറുന്നു, 80,000 നിന്ന് 65,000 മാറുന്നു. അത് വീണ്ടും കുറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനെതിരായി രാജ്യത്തിലെ എല്ലാ ജനവിഭാഗത്തെയും, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യസ്നേഹികളായിട്ടുള്ള സകല മനുഷ്യരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് വളരെയേറെ അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിഗതികൾ കാണിക്കുന്നത്. BJP MGNRE പ്രൊജക്റ്റിനെ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, രാജ്യത്തെ സാധാരണ മനുഷ്യന്, ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഒന്നാമത് തന്നെ അതിൻ്റെ പേര് മാറ്റുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയോടും നെഹ്റുവിനോടും ഒക്കെയുള്ള RSSൻ്റെ ആ ഒരു വിദ്വേഷം ഈ ഒരു പേരുമാറ്റത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. അതിലുപരി ഇതിൻ്റെ ഏതാണ്ട് 40% വിഹിതം സംസ്ഥാന സർക്കാരുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ബാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതുമാത്രവുമല്ല, വിഹിതം പോലും വലിയ തോതിൽ വെട്ടിക്കുറച്ചു. നേരത്തെ ഡോക്ടർ ശിവദാസൻ എം പിയും ഡോക്ടർ ജോൺ ബ്രിട്ടാസും പറയുന്നുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് ഇവർ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്? ഈ ഇത്തരത്തിൽ സാധാരണപ്പെട്ട മനുഷ്യന് ഗുണകരമാകുന്ന എല്ലാ പദ്ധതികളെയും അവർ നശിപ്പിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ പൈതൃകം പേറുന്ന മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റു അടക്കമുള്ളവരുടെ പേരുകൾ എല്ലാ മേഖലയിൽ നിന്നും അവർ ഇല്ലാതാക്കുന്നു. വിഷ്ണു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പേരാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. വികസിത് ഭാരത്
ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക യോജന എന്ന പേരിൽ പേര് മാറ്റുന്നതിനോടൊപ്പം തന്നെ ഈ 100% കേന്ദ്ര പദ്ധതിയായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം സംസ്ഥാനങ്ങൾ കൂടി പങ്കിടണമെന്ന ഒരു നിബന്ധനയിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുന്നത്. അതായത് 40% സംസ്ഥാന സർക്കാർ ഈ വിഹിതം നൽകണം എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ ജോൺ ബ്രിട്ടാസ് എംപിയടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് മുകളിൽ വലിയ ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിൽ പദ്ധതിയെ തന്നെ തകർക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതായത് 40% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2000 കോടി രൂപയുടെ അധിക ഭാരമായിരിക്കും കേരളത്തിന് മാത്രം ഉണ്ടാവുക. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കൊക്കെ ആയിട്ട് ഏകദേശം 50,000 കോടി രൂപയുടെ ഒരു അധിക ഭാരമായിരിക്കും ഈ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി വലിയ തോതിൽ ബാധിക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രാമീണ മേഖലയിലടക്കം വലിയ പ്രശ്നങ്ങളായിരിക്കും ഇത്തരത്തിൽ ഉണ്ടാവുക. നിലവിൽ പുതിയ ഒരു ബില്ലുമായി വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിന്റെ വേതനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിട്ട് പോലും കൃത്യമായി 100 തൊഴിൽ ദിനങ്ങൾ പോലും കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് 125 തൊഴിൽ ദിനങ്ങളായി വർദ്ധിപ്പിക്കുമ്പോൾ പോലും അത്രയും നൽകാൻ കഴിയുകയില്ല എന്നുകൂടി വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു. വിഷ്ണു തുടരുക.